മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലും നബിയുമാണെന്ന് താങ്കൾ പറഞ്ഞല്ലോ. അപ്പോ മറ്റു പ്രവാചകരുടെ അവസ്ഥ എന്ത്? പരിശുദ്ധ ഖുർആൻ നബി, റസൂൽ എന്നീ രണ്ട് ശബ്ദങ്ങൾ പ്രയോഗിച്ചതായിട്ട് കാണാൻ കഴിയും. നബി എന്നാൽ വരാനുള്ള കാര്യങ്ങൾ പറയുന്നയാൾ, വരാനുള്ള കാര്യങ്ങൾ പറയുന്നയാൾ അഥവാ പ്രവാചകൻ എന്നാണ് അർത്ഥം. റസൂൽ എന്നാൽ ദൂതൻ, ഒരു ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചയാൾ എന്നാണ് അർത്ഥം. അള്ളാഹുവിൻ്റെ വഹി ലഭിച്ച ആളുകളെയെല്ലാം നബിമാർ എന്നും ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിന് വേണ്ടി പറഞ്ഞയച്ച ആളുകളെ റസൂൽ എന്ന് പറയും എന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക ശരീഅത്തോടുകൂടി പ്രത്യേക ദൗത്യം പ്രത്യേകമായി നൽകിക്കൊണ്ട് പറഞ്ഞയച്ച ആളുകൾ റസൂലുമാരും, പടച്ചതമ്പുരാന്റെ വഹി ലഭിച്ച ആളുകൾ അത് ദഅവത്ത് എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയുള്ള വഹി ലഭിച്ച ആളുകൾ, എന്നാൽ പ്രത്യേകമായ ദൗത്യമില്ലെങ്കിൽ അവർ നബിമാരായും അറിയപ്പെടും എന്നാണ് പൊതുവായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള. ഈ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ കാണാൻ കഴിയും. ഇതിൽ പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് 25 പ്രവാചകന്മാരുടേതാണ്. അവർ മുഴുവനും റസൂലുമാരായിരുന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അതിലധികം റസൂലുമാരുണ്ടായിരുന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1,00,000-ലധികം പ്രവാചകന്മാരെ, നബിമാരെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിച്ചയച്ചു എന്ന് പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയും റസൂലുമായിരുന്നു. അത് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതേപോലെ മുൻപുള്ള പ്രവാചകന്മാരിലും പ്രധാനമായും ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള, ദൗത്യം നിർവഹിച്ചിട്ടുള്ള നൂഹ് നബി ആണെങ്കിലും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിലും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിലും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിലും എല്ലാം അവരെല്ലാം റസൂലുമാരാണ്. അവർ ഒപ്പം തന്നെ നബിമാരുമാണ്.